നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക? ആദ്യമായി ചെയ്യേണ്ടത് എന്തിനോടൊക്കെയാണ് നന്ദി ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കലാണ്. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെ ഉയർത്താൻ കഴിയും. ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിരുന്നത് നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പരാതികൾ, മറ്റുള്ളവർക്ക് ഉള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തയും നമ്മൾ മുരടിപ്പിക്കുകയായിരുന്നു ഇതുവരെ നാം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യങ്ങളെ കൊണ്ടാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ മനസ്സിന് സുഖം തരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങാൻ നോക്കൂ. നന്ദി എന്നുള്ളത് പൂർണ്ണമായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ദൈവത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കും. നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ നന്ദി പറഞ്ഞു നോക്കൂ. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജത്തെ എന്തെന്നില്ലാത്ത ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. ഏതൊരു കാര്യവും അയാൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ മറ്റൊരാൾ അഭിനന്ദിക്കുമ്പോൾ അയാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നന്ദിയോടുകൂടി നന്ദി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നു. ആ നന്ദി നമ്മൾ വെറുമൊരു വാക്കുകൊണ്ട് മാത്രം ആക്കാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ആ നന്ദി നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നാൽ ആ പ്രകടിപ്പിക്കുന്ന ദൈവം അള്ളാഹു നമ്മളിലേക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് അതിനുള്ള ഉയർച്ച നൽകി നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ ഉയർത്തി നമ്മൾക്ക് ഇനിയും അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സും ശരീരവും നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇനി മുതൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഓരോ പ്രഭാതം മുതൽ നമ്മുടെ ഓരോ പ്രദോഷം വരെയും, ആ പ്രദോഷം മുതൽ അടുത്തുള്ള ഒരു പ്രഭാതം വരെയും നമ്മൾക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ നന്ദിയോടെ ഓർക്കുകയും ആ കിട്ടിയ കാര്യങ്ങൾക്ക് എത്തിപ്പെട്ട ആ വഴികളിലുള്ള നമുക്ക് ചെയ്ത ആ നന്മയ്ക്ക് വേണ്ടി അവർക്കും, അതുപോലെ അത് നമ്മളിലേക്ക് എത്തിക്കപ്പെട്ടതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അത് നമ്മൾ അനുഭവിക്കുന്ന ആ മനസ്സിനെക്കുറിച്ചും നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയും നന്ദി നമ്മളുടെ മനസ്സിൽ നിന്നും അത് ഉച്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ നമ്മളിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങുകയാണ്. അങ്ങനെ എത്തിപ്പെട്ടുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യത്തിലും നമുക്ക് സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാവുകയും അത്തരം കാര്യങ്ങൾ കൂടുതൽ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി മുതൽ നമ്മളുടെ പരിഭവങ്ങളെ, നമ്മളുടെ ഇല്ലായ്മകളെ നമ്മൾ ഓർക്കാതെ നമ്മൾക്ക് കിട്ടിയ ഓരോ നല്ല നന്മകളും നല്ല കാര്യങ്ങളെയും ആലോചിച്ചുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യുവാനും ആ ചെയ്യപ്പെട്ട കാര്യത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് നന്ദി ചെയ്യുവാനും ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ ഒരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും നാം നന്ദി ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയുള്ള ജീവിതങ്ങൾ ആരംഭിക്കാം. അതുമായി ഇത് കേട്ട എല്ലാവർക്കും എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു നന്ദി ഞാൻ സമർപ്പിക്കുന്നു.